വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ 8ാം ദിവസത്തെ തെരച്ചിൽ തുടരുകയാണ്. മരണം 402 ഉയർന്നിട്ടുണ്ട്. വനമേഖലയിലാണ് ഇന്ന് തെരച്ചിൽ നടത്തുന്നത്. സൈന്യത്തിൻ്റെയും വനംവകുപ്പിൻ്റെയും 12 പേരടങ്ങുന്ന പ്രത്യേക സംഘവും തെരച്ചിൽ നടത്തുന്നുണ്ട്. ദുരന്ത മേഖലയിലെ നഷ്ടങ്ങളുടെ കണക്കെടുപ്പും ഇന്ന് ആരംഭിക്കും. അതേസമയം ദുരന്തബാധിത മേഖലകളിലെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം ഉറപ്പാക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു. 20 ദിവസത്തിനുള്ളിൽ അധ്യയനം തുടങ്ങാനാകുമെന്നും വയനാട്ടിൽ നടന്ന അവലോകന യോഗത്തിന് ശേഷം പൊതുവിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കി. ഈ വിവരങ്ങളുമായി മനോജ് ചേരുകയാണ്. മനോജ്, നമ്മൾക്കറിയാം ആ നാട്ടിലെ മുണ്ടക്കൈയിലെ സ്കൂള്, ചൂരൽമലയിലെയും മുണ്ടക്കൈയിലെയും കുട്ടികൾ പഠിച്ചിരുന്ന ഗവൺമെൻറ് വിദ്യാലയം തന്നെ മണ്ണടിയുന്ന സാഹചര്യം. 10-30ഓളം കുട്ടികളെ കാണാതാകുന്ന ഒരു വലിയ പ്രകൃതി ദുരന്തം. ഈ ദുരന്തത്തിൻ്റെ നടുവിൽ വിറങ്ങലിച്ച് നിൽക്കുകയാണ് ആ ഗ്രാമം. പൊതുവിദ്യാഭ്യാസ മന്ത്രി പറയുന്നു അവിടെ വിദ്യാഭ്യാസം പുനരാരംഭിക്കാനുള്ള എല്ലാ നടപടികളും സ്വീകരിക്കുമെന്ന് പറയുന്നു. അത് ഏത് വിദ്യാലയത്തിലായിരിക്കും? ഇപ്പം നിലവിലുണ്ടായിരുന്ന ഒരു വിദ്യാലയം ഇല്ലാതായിരിക്കുന്നു. ഈ കുട്ടികളെന്ന് പറയാൻ അവിടെ ഇല്ലല്ലോ. 10-30ഓളം കുട്ടികളെ ഇനിയും കണ്ടെത്താനുണ്ട്. അപ്പോൾ അവിടെ സാധ്യമായ നിലയിൽ അധ്യയനം അധികം വൈകാതെ ആരംഭിക്കുമെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി പറയുന്നത് ഏത് വിദ്യാലയം കേന്ദ്രീകരിച്ചാവും ആ നാട്ടിലെ അവശേഷിക്കുന്ന കുട്ടികളുടെ വിദ്യാഭ്യാസം? മനോജ്. തീർച്ചയായും വിനോദ്, ഇവിടെയുള്ള വിദ്യാർത്ഥികളുടെ, അതായത് കുറേയധികം വിദ്യാർത്ഥികൾ ഈ ഒരു ഉരുൾപൊട്ടലിൽ ജീവൻ പൊലിയേണ്ടി വന്നു. എന്നാൽ ബാക്കിയുള്ള വിദ്യാർത്ഥികൾ ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിലുണ്ട്. അവർക്ക് വേണ്ടി, അതായത് ഈ പ്രദേശത്തുള്ള വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസം വീണ്ടും അവർക്ക് നല്ല രീതിയിൽ തന്നെ പഠിക്കുവാനുള്ള സംവിധാനം ഒരുക്കും എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി ഉൾപ്പെടെ ഈ അവലോകന യോഗത്തിന് ശേഷം വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതിൽ കൃത്യമായി ഒന്നുകിൽ അടുത്തുള്ള സമീപത്തുള്ള സ്കൂളുകൾ, ഇപ്പോൾ സ്കൂളുകളൊക്കെ പലതും ദുരിതാശ്വാസ ക്യാമ്പുകളാണ്, പലതും കളക്ഷൻ സെൻ്ററുകളാണ്, അല്ലെങ്കിൽ മറ്റൊരു സംവിധാനം അവരെ പഠിപ്പിക്കുവാൻ വേണ്ടി മറ്റൊരു സംവിധാനം ഒരുക്കും എന്ന കാര്യമാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ വിവിധയിടങ്ങളിലായി ഇന്ന് തിരച്ചിൽ പുരോഗമിക്കുന്നുണ്ട്. ഈ ചൂരൽമല, അതുപോലെ മുണ്ടക്കയം, അതുപോലെ തന്നെ സൂചിപ്പാറ മുതൽ പോത്തുകൽ വരെ വിവിധ മേഖലകളിലായി പ്രത്യേക സംഘം തിരച്ചിൽ നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. അതോടൊപ്പം മറ്റൊരു കാര്യം, ഈ ചൂരൽമലയിൽ നിന്നും മുണ്ടക്കയിലോട്ട് പോകുന്ന റോഡിൽ ഈ ഒരു സാൻഡൽ റോക്കിന് സമീപമുള്ള തിരച്ചിൽ ഇപ്പോൾ നടക്കുകയാണ്. ഇതിൽ റിട്ടയർഡ് മേജർ ജനറൽ എം ഇന്ദ്രബാലൻ, ഇവിടെ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ 8 സ്പോട്ടുകൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. ആ 8 സ്പോട്ടുകളിലായി ഇന്ന് തിരച്ചിൽ നടത്തുവാനുള്ള തീരുമാനമാണ്. പക്ഷേ ഈ ചതുപ്പ് കൂടുതലായതിനാൽ, അതായത് ഈ മേഖലയിൽ ചതുപ്പ് കൂടുതലാണ്, വാഹനങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തിക്കാൻ പറ്റുന്നില്ല. കിറ്റാജി ഉൾപ്പെടെ ഇങ്ങോട്ടേക്ക് എത്തിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ തിരച്ചിൽ ഇന്ന് പൂർത്തിയാക്കാനാകുമോ എന്നുള്ള കാര്യം അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു. ഇന്ന് അത് ബുദ്ധിമുട്ടാണ് എന്നുള്ള കാര്യം. എന്തായാലും ഈ സ്പോട്ടുകൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ളത് നമുക്ക് കാണുവാൻ സാധിക്കും. ഡ്രോൺ പരിശോധനയിൽ സിഗ്നൽ തെളിഞ്ഞിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ, അതായത് നാട്ടുകാർ നൽകിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഡ്രോൺ പരിശോധന നടത്തിയത്. അതിനു പിന്നാലെയാണ് ഈ സ്പോട്ടുകൾ ഐഡൻറ്റിഫൈ ചെയ്തത്. അവിടേക്ക് ഈ വാഹനങ്ങൾ എത്തിച്ചാൽ മാത്രമേ ഈ ചളി നീക്കി ഉള്ളിൽ എന്താണ് എന്നുള്ളത് പരിശോധിക്കാൻ പറ്റുകയുള്ളൂ. അതോടൊപ്പം തന്നെ ഡോഗുകളെ എത്തിച്ച് പരിശോധന നടത്തിയതിൽ 2 സ്പോട്ടുകൾ കണ്ടെത്തി. അതിൽ ഒരിടത്ത് മൃതദേഹമായിരിക്കാമെന്നുള്ള സൂചനയാണ് ലഭിച്ചിരിക്കുന്നത്. അവിടേക്കും ഈ വാഹനം എത്തണമെങ്കിൽ ബുദ്ധിമുട്ടാണ്. എന്തായാലും അങ്ങോട്ടേക്ക് എത്തിക്കുവാനുള്ള ഒരു ശ്രമം തുടരുകയാണ്. അതോടൊപ്പം തന്നെ മറ്റുള്ള സ്ഥലങ്ങളിലും ഇതുപോലെ തന്നെ ഡ്രോൺ പരിശോധന നടത്തി അവിടെ അടയാളപ്പെടുത്തിയ ശേഷം ഈ പരിശോധന തുടരും എന്നുള്ള കാര്യം തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിലൊക്കെ കാണാം, ഇവിടെ ഡോഗുകളെ 2 ഡോഗുകൾ ഇവിടെ ഉണ്ട്. അവിടെ ആ പരിസരത്തൊക്കെ തന്നെ സ്മെല്ല് ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ അതിന് സമീപത്തായാണ് ഒരു സ്പോട്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ളത്. ഈ സ്പോട്ട് അവിടെ ചളി നീക്കി 3 മീറ്ററോളം താഴെ പോകണം എന്നുള്ള കാര്യം തന്നെയാണ് പറഞ്ഞത്. എന്തായാലും എന്താണ് ഉള്ളിലുള്ളതെന്ന് അത് മണ്ണുമാന്തി യന്ത്രം വന്ന് ആ മണ്ണൊക്കെ നീക്കിയാൽ മാത്രമേ അത് സ്ഥിരീകരിക്കാനാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ ഒരു മേഖല കേന്ദ്രീകരിച്ച് പ്രവർത്തനം ഊർജിതമാക്കാൻ, ഈ തിരച്ചിൽ ഊർജിതമാക്കാനുള്ള നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. അതോടൊപ്പം വിവിധ സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ സൂചിപ്പാറയിൽ നിന്നും അതുപോലെ തന്നെ പോത്തുകാലിൽ നിന്നുമൊക്കെ അതിന് ഉള്ളിലുള്ള ഭാഗം മുഴുവൻ
തിരച്ചിൽ നടത്തുവാൻ, സൂക്ഷ്മതയോടുകൂടി തിരച്ചിൽ നടത്തുവാനാണ് തീരുമാനം. അതിൻ്റെ ഭാഗമായാണ് വനംവകുപ്പിൻ്റെ നേതൃത്വത്തിലൊക്കെ അങ്ങോട്ടേക്ക് പ്രത്യേക സംഘം പുറപ്പെട്ടിരുന്നത്. അവർ തിരച്ചിൽ പുരോഗമിക്കുന്നു എന്ന് അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഈ ചൂരൽമല ഭാഗത്തും മുണ്ടക്കൈ ഭാഗത്തുമൊക്കെ തിരച്ചിൽ ഇന്നും പുരോഗമിക്കുന്നുണ്ട്. ഇതിൽ മറ്റൊരു കാര്യം, കിട്ടുന്ന മൃതശരീരങ്ങളൊക്കെ തന്നെ തിരിച്ചറിയാൻ പാടില്ലാത്ത ആ ഒരു രീതിയിലായിരിക്കുന്നു എന്നുള്ളതാണ് ചിലതൊക്കെ. അതൊക്കെ തന്നെയും സംസ്കരിക്കുവാനുള്ള മറ്റ് നടപടിക്രമങ്ങളും തുടരുന്നു എന്നുള്ള കാര്യം തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ തിരച്ചിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. മണ്ണുമാന്തി യന്ത്രങ്ങൾ എല്ലാ ഭാഗത്തേക്കും എത്തിക്കുന്നുണ്ട്. എത്തിക്കാൻ പറ്റാത്ത സ്ഥലങ്ങളിലേക്ക് അത് പുതിയൊരു വഴിയൊരുക്കി മാത്രമേ അങ്ങോട്ടേക്ക് എത്തിക്കാൻ സാധിക്കുകയുള്ളൂ. അതിനുള്ള സമയതാമസമുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് അദ്ദേഹം അറിയിച്ചിട്ടുള്ളത്. ഇതിൽ തന്നെ നേരത്തെ വിനോദ് സൂചിപ്പിച്ചിരുന്നു, വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള പഠനം, അവരുടെ ഈ വിദ്യാലയങ്ങൾ തകർന്നിരിക്കുന്നു. മുണ്ടക്കയിലും അതുപോലെ തന്നെ ചൂരന്മലയിൽ സ്ഥിതി ചെയ്യുന്ന വെള്ളാർമല സ്കൂളൊക്കെ തകർന്നിരിക്കുന്നു. ആ സ്ഥലത്തേക്ക് എന്തായാലും വിദ്യാർത്ഥികൾക്ക് ഇനി ഇങ്ങോട്ടേക്ക് ഈ മേഖലയിലോട്ട് വന്ന ഒരു വിദ്യാഭ്യാസം എന്നുള്ളതല്ല, മറ്റൊരു സ്ഥലം കണ്ടെത്തി ഒന്നുകിൽ മറ്റൊരു സ്കൂളിലേക്ക് ഈ വിദ്യാർത്ഥികളെ അങ്ങോട്ടേക്ക് അഡ്മിറ്റ് ചെയ്യും എന്നുള്ള കാര്യം, അല്ലെങ്കിൽ അവർക്ക് പഠിക്കുവാനുള്ള മറ്റ് സംവിധാനം എവിടെയാണെന്ന് വെച്ചാൽ അവിടെ ഒരുക്കുമെന്നുള്ള കാര്യമാണ് അറിയിച്ചിട്ടുള്ളത്. ഇതോടനുബന്ധിച്ച് ഇന്ന് അവലോകന യോഗത്തിൽ കൃത്യമായിട്ടുള്ള ചർച്ചകൾ നടന്നു എന്നുള്ള കാര്യം തന്നെയാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. ഇനി ഇവരുടെ, അതായത് ഇവിടെയുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടത് പുതിയൊരു ജീവിതമാണ്. അവർക്ക് ഈ പഠനം നിലയ്ക്കാത്ത രീതിയിൽ അവർക്ക് മുന്നോട്ട് പോകണം. അതിനു വേണ്ട നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുമെന്നുള്ള കാര്യം തന്നെയാണ് പറയുന്നത്. ഇപ്പോൾ അനുകൂലമായൊരു കാലാവസ്ഥയാണ് നിലവിലുള്ളത്. ഈ അനുകൂലമായ ഒരു കാലാവസ്ഥയിൽ നമുക്ക് ദൃശ്യങ്ങൾ കാണുവാൻ പറ്റും. ഈ പ്രദേശം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തിരച്ചിൽ നടക്കുന്ന പ്രദേശത്ത് ചതുപ്പ് കൂടുതലാണ്. അതുകൊണ്ട് ഇങ്ങോട്ടേക്ക് വാഹനങ്ങൾക്ക് ഉള്ളിലേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് നിലവിലെ പ്രതിസന്ധി. ഈ വാഹനങ്ങൾ ഉള്ളിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞാൽ ഇവിടെ പരിശോധന കൂടുതൽ ഊർജിതമാക്കി നടത്തിയാൽ മൃതദേഹങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ റിട്ടയർഡ് മേജർ ജനറൽ എം ഇന്ദ്രബാലൻ ഉൾപ്പെടെ സൂചിപ്പിച്ചത്. മനോജ്, അതേപോലെ തന്നെ നമ്മൾ നേരത്തെ മനോജ് സൂചിപ്പിച്ചതാണ്, 2 കഡാവർ നായകൾ അവിടെ മൃതദേഹം അല്ലെങ്കിൽ അത് ശ്വാസം കൊണ്ട് അല്ലെങ്കിൽ അത് പരിശോധിച്ച് മനസ്സിലാക്കാൻ കഴിവുള്ള നായകൾ, 2 നായകൾ ആണ് ആ മേഖലയിൽ പരിശോധന നടത്തുന്നത്. ഈ നായകൾ നൽകുന്ന സൂചനയുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ ഇത്തരത്തിലുള്ള പരിശോധനകൾ നടക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങൾ കാണുന്നത് 2 JCB അവിടെ മണ്ണ് മാറ്റുന്ന നടപടികൾ നടത്തുന്നുണ്ടല്ലോ. അത് ഈ നായകൾ അല്ലെങ്കിൽ അവിടെ മനുഷ്യൻ്റെ സാമീപ്യമുണ്ട് എന്ന് സൂചന നൽകിയ ഭാഗത്താണോ ഈ JCBയുടെ പരിശോധന നടക്കുന്നത്? അതുകൂടി ഒന്ന് വ്യക്തമാക്കാമോ മനോജ്? നിലവിലിപ്പോൾ ഈ മണ്ണുമാന്തി യന്ത്രങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തുവാനുള്ള സൗകര്യം ഒരുക്കുകയാണ്. ആ വഴി ഒന്ന് ക്ലിയർ ആക്കിയാൽ മാത്രമേ, കാരണം ചതുപ്പായതുകൊണ്ട് തന്നെ ഈ വാഹനങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് എത്താൻ പറ്റില്ല എന്നുള്ളതാണ്. ആ വഴി ക്ലിയർ ആക്കിയാൽ മാത്രമേ ഈ സ്പോട്ട് ചെയ്തിരിക്കുന്ന സ്ഥലത്തേക്ക് എത്താൻ പറ്റുകയുള്ളൂ. അവിടെ ആ സ്പോട്ട് ചെയ്തിരിക്കുന്ന സ്ഥലങ്ങൾക്ക് അരികിൽ തന്നെയാണ് ഈ നായകളെ എത്തിച്ചപ്പോൾ അവിടെ ഒരു സ്പോട്ടും കൂടെ കണ്ടെത്തിയത്. അതിൽ കൂടുതൽ പരിശോധന നടത്തണമെന്നാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഈ നായകൾ അവിടെ സ്മെല്ല് ചെയ്ത സ്ഥലം അത് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ ആയിരിക്കണം ഇനി കുഴിച്ച് പരിശോധിക്കേണ്ടത്. അതോടൊപ്പം തന്നെ 8 ഇടങ്ങളിലായി കണ്ടെത്തിയ ഡ്രോൺ പരിശോധനയിൽ 8 ഇടങ്ങളിലായി കണ്ടെത്തിയ സ്പോട്ടുകൾ അവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. കൃത്യമായും ഓരോ സ്ഥലങ്ങളും അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുവാൻ സാധിക്കും. ആ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധനയും നടത്തണം എന്നാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഇതിനുവേണ്ട മറ്റ് നടപടിക്രമങ്ങൾ എന്ന് പറയുന്നത് വാഹനങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഈ JCB അടക്കം ഈ മേഖലയിലേക്ക് എത്തണമെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടാണ്. അതിനുവേണ്ടിയുള്ള വഴിയാണ് ഇപ്പോഴുള്ള ഈ മണ്ണുമാന്തി യന്ത്രങ്ങൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ സ്പോട്ടിലേക്ക് അടുത്ത് എത്തിക്കഴിഞ്ഞാൽ മാത്രമേ 3 മീറ്ററോളം ചളിയുണ്ട്, ആ ചളി മാറ്റിയാൽ അതിനടിയിൽ എന്തുണ്ട് എന്നുള്ള കാര്യം അത് ഈ ഡ്രോൺ സിഗ്നലിൽ തെളിഞ്ഞത് മെറ്റൽ അല്ല, അതുപോലെ പ്ലാസ്റ്റിക് അല്ല, അത്തരത്തിലുള്ള സാധനങ്ങളും ഒന്നില്ല. അത് ചിലപ്പോൾ മൃതദേഹമായിരിക്കാം, അല്ലെങ്കിൽ അതിനോട് സാമ്യമുള്ള മറ്റ് എന്തെങ്കിലും ആയിരിക്കാം എന്നുള്ള കാര്യം തന്നെയാണ് സൂചിപ്പിച്ചത്. എന്തായാലും ഈ 8 സ്പോട്ടുകൾ ഉള്ളത് കൊണ്ട് തന്നെ അത് കൂടുതൽ പ്രാധാന്യം നൽകി പരിശോധിക്കണമെന്നുള്ള കാര്യം തന്നെയാണ് അദ്ദേഹം ഇവിടെ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ തന്നെയായിരുന്നു ഈ ഒരു ഡ്രോൺ പരിശോധനയും നടന്നത്. അതേ സ്ഥലത്ത് തന്നെയാണ് ഈ നായകളെ എത്തിച്ച് പരിശോധന നടത്തിയത്. നായകളും അതിൽ 1-2 സ്പോട്ടുകൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. അവിടെയും കൂടുതലായി പരിശോധന നടത്തണം. എത്രമാത്രം സാധ്യതയുണ്ട് എന്നുള്ള കാര്യം അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു. കാരണം ഈ മേഖലയിലേക്ക് മുകളിൽ നിന്നും ഉരുള് പൊട്ടി എത്തുമ്പോൾ ഈ ഒഴുകി വരുന്ന ഈ ചളിയും അതുപോലെ തന്നെ ഇപ്പോഴും തെരച്ചിൽ തുടരുകയാണ്. പ്രത്യേക പരിശീലനം ലഭിച്ച കഡാവർ നായകൾ, അതേപോലെ തന്നെ ഡ്രോൺ പരിശോധനയിലൊക്കെ
ഈ സൂചന ലഭിക്കുന്ന സിഗ്നലുകളും അതേപോലെ തന്നെ നായകൾ അവിടെ പ്രത്യേക സംശയം പ്രകടിപ്പിക്കുന്ന ഇടങ്ങളിലൊക്കെ തന്നെ പരിശോധന തുടരുന്ന ഒരു സംവിധാനമാണ്. അങ്ങോട്ടേക്ക് വാഹനങ്ങൾ എത്തിച്ച് അവിടെ കൂടുതൽ പരിശോധന ശക്തിപ്പെടുത്തുന്ന നടപടികളാണ് വയനാട്ടിൽ ഇപ്പോഴും പുരോഗമിക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു മനോജ്.